12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയാണ് 2025-26 ബജറ്റിലെ പ്രധാന ആകർഷണം. പുതുക്കിയ ആദായ നികുതി നിരക്കുകൾ നടപ്പിലാക്കുന്നതോടെ നികുതി അടയ്ക്കുന്നവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. TDS-ലും TCS-ലും വരുത്തിയ ഇളവുകൾ വിദ്യാർത്ഥികൾക്കും പ്രായമായവർക്കും ഒരുപോലെ പ്രയോജനപ്പെടും. 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെയാണ് ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നത്. ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. കഴിഞ്ഞ തവണ മാസ വരുമാനക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്നും 75,000-ആയി ഉയർത്തിയിരുന്നു. 12 ലക്ഷത്തോടൊപ്പം ശമ്പളമായി വരുമാനം കൈപ്പറ്റുന്ന വ്യക്തികൾക്ക് 75,000 രൂപ കൂടി നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരാണ് 25-26 സാമ്പത്തിക വർഷം മുതൽ നികുതി പരിധിയിൽ വരിക. നികുതി സ്ലാബുകളിലും സമഗ്രമായ പരിഷ്കരണം വരുത്തി. ആദ്യ 4 ലക്ഷം പൂർണ്ണമായും നികുതിയിൽ നിന്നും ഒഴിവാക്കും. 4 ലക്ഷത്തിന് മുകളിൽ 8 ലക്ഷം വരെ 5% ആദായ നികുതി. 8 മുതൽ 12 ലക്ഷം വരെയുള്ള 4 ലക്ഷത്തിന് 10% നികുതിയാണ് നൽകേണ്ടത്. 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെയുള്ള തുകയ്ക്ക് 15% നികുതി. 16 മുതൽ 20 വരെയുള്ള 4 ലക്ഷത്തിന് 20% നികുതി കൊടുക്കേണ്ടി വരും. 20 മുതൽ 24 ലക്ഷം വരെ 25% നികുതി. 24 ലക്ഷത്തിന് മുകളിൽ മുഴുവൻ തുകയ്ക്കും 30% ആദായ നികുതിയായിരിക്കും ചുമത്തുക. മുതിർന്ന പൗരന്മാർക്ക് നിക്ഷേപത്തിന് പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുകയിലെ ഉറവിടത്തിൽ നികുതി കുറയ്ക്കുന്ന ടാക്സ് റിഡക്ഷൻ അറ്റ് സോഴ്സ് പരിധി 50,000-ൽ നിന്നും 1 ലക്ഷമാക്കി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വിദേശത്ത് നിന്നും അടയ്ക്കുന്ന തുകയ്ക്ക് ഏർപ്പെടുത്തിയ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് പരിധി 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. സമഗ്ര നികുതി പരിഷ്കരണ സ്ലാബ് നിലവിൽ വന്നതോടെ അടയ്ക്കുന്ന നികുതി തുകയിലും വലിയ തോതിൽ കുറവുണ്ടാകും. ആദായ നികുതി ഇനത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവാണ് നിർമ്മല സീതാരാമൻ ബജറ്റിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ജനം.